ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, പിന്നെ ജോലിക്ക് പൈസ കൊടുത്തവർ, അവരുടെ അഡ്മിഷൻ വിദേശ രാജ്യങ്ങളിൽ എടുത്തവർ, പക്ഷെ പോകാൻ പറ്റാതെ വരുന്നവർ, ചിലർ വിദേശ ജോലി മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നവർ, നാട്ടിലെ ജോലി അന്വേഷിക്കാൻ മനസ്സില്ലാത്തവർ, അത് അവരുടെ അഭിമാനമോ ദുരഭിമാനമോ എന്തോ ഒരു മാനസികമായ ഒരു തകർച്ച. മറ്റുള്ളവരെല്ലാം ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും എല്ലാം വിദേശത്ത് പോയത് കാരണം നാട്ടിൽ ജോലി നോക്കാനുള്ള ഒരു കുറച്ചിൽ. ഇങ്ങനെയൊക്കെ കുറേ പാപകരമായ ദൈവത്തെ നിരക്കാത്ത ജഡിക മനോഭാവങ്ങൾ സൂക്ഷിക്കുന്ന അനേകം മക്കൾ കുടുംബത്തെ തകർക്കുന്നുണ്ട്. ശരിക്കും ദൈവത്തെ നിരക്കാത്ത കാര്യമാണ്. ബന്ധുക്കളെല്ലാം കാനഡയിൽ പോയെന്ന് പറഞ്ഞ് ഞാനും പോയില്ലെങ്കിൽ ഞാനിങ്ങനെ PSC ടെസ്റ്റ് എഴുതുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് പരിപാടിയാണ്! അവർക്കതിൻ്റെ സത്യം മനസ്സിലാക്കാൻ പറ്റണില്ല. അവരുടെ ഈഗോ ഭയങ്കര ശക്തമാണ്. പിന്നെ ചെറിയ പണമൊന്നും പോരാ, ലക്ഷങ്ങൾ തന്നെ ശമ്പളം വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലുമുണ്ട്. ഇതൊന്നും ആഗ്രഹിക്കുന്നതല്ല സംഭവം. പണത്തിന് ഭയങ്കരമായ, അതായത് ജീവിച്ചാൽ പോരാ, എല്ലാവരെക്കാളും അടിച്ചു പൊളിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ അതൊരു ജീവിതമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് വേവലാതിപ്പെടുന്ന കാലം ഇങ്ങനെ മാറുന്നതനുസരിച്ച് മനുഷ്യനൊരു തരം ഭ്രാന്തനായിക്കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ നിൽക്കണ കാണാം, പക്ഷെ ഭയങ്കര വട്ട് കേസുകളാണ് 14. ഈ വട്ട് കേസുകളെ ചികിത്സിക്കുന്നത് ഭയങ്കര പാടാണ് വീട്ടുകാർക്കും. എത്ര എണ്ണമാണെന്നറിയാം കെട്ടാതെയും ജോലിയില്ലാതെയും ജോലി അന്വേഷിച്ച് ഇപ്പം തന്നെ ഫ്ലൈ ചെയ്ത് പോകണമെന്നും പറഞ്ഞുകൊണ്ട് മാത്രം നാട്ടിൽ ജോലി അന്വേഷിക്കാതെ കറങ്ങി നടക്കുന്നവരെന്തും മാത്രമാണ്. എല്ലാം വട്ട് കേസാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്കൊക്കെ ബോധം ഉണ്ടാകണം ശരിക്കും. കാരണം അവർക്ക് ബോധം ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ട ഉള്ളത് മാത്രം എനിക്ക് തരണം കർത്താവേ എന്ന് പറയണം. അതിൽ തൃപ്തിപ്പെടാനുള്ള ബോധം ഉണ്ടാകണം. അതാണ് സാമാന്യ ബോധം എന്ന് പറയുന്നത്. സാമാന്യ ബോധം അല്ലാത്തത് വട്ടാണ് ശരിക്കും. കാര്യം ജീവിക്കാനുള്ളൊരു ബോധം, ജീവിക്കാനുള്ള ആവശ്യം, അടിസ്ഥാനത്തിൻ്റെ ആവശ്യമുള്ള, അതായത് മറ്റുള്ളവരുടെ മുമ്പ് കൈ നീട്ടാതെ ജീവിക്കാനുള്ളത് എനിക്ക് തരണം. എന്താണ് മനുഷ്യൻ ആദ്യം ദൈവത്തോട് പറയേണ്ടത്? അല്ലാതെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരൊക്കെ കോടികൾ സമ്പാദിക്കുന്നു, അതുപോലെ സമ്പാദിച്ചിലെ ജീവിതം ആകത്തിലും ചിന്തിച്ച് നടക്കുന്നവരുണ്ട്. അവരുടെ പേരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടണം. അതൊക്കെ ബാധകളാണ് ശരിക്കും പറഞ്ഞാൽ. ബാധിച്ചവർ എന്തോ ഒരു ലോകത്തിൻ്റെ വിഷപ്പകർച്ച ബാധിച്ചവരാണ്. ഇതിന് ബാധ, ഈ ബാധയാണ് ഉച്ചാടനം ചെയ്യേണ്ടത്. അല്ലാതെ പിശാച് കിടന്ന് വിളിച്ച് കൂപ്പിട്ടൊരു കാര്യമില്ല. മനുഷ്യനെ ബാധിച്ചിരിക്കുന്നത് അവൻ്റെ ഈഗോ പിശാചാണ്. ആ പിശാച ഉച്ചാടനം ചെയ്യപ്പെടേണ്ടത്. അങ്ങനെയുള്ളവരുടെ മേലാണ് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടേണ്ടത്. ശ്രദ്ധിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, ഓരോ കുടുംബം, ഓരോ വ്യക്തികൾ കാണാത്ത കയറിലെ കെട്ടിയിടപ്പെടുകയാണ് കർത്താവെ. അവരെ സംബന്ധിച്ച കർത്താവ്, അവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു തീരുമാനം എടുക്കാനോ അവരെ കർത്താവ് ആ തീരുമാനത്തിൽ നിന്ന് തള്ളി മാറ്റാൻ കർത്താവ് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് നല്ല ബന്ധനങ്ങൾ കർത്താവ് മോചിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവരുടെ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റുന്നു. ശ്രദ്ധിക്കട്ടെ. ആരാധന. അഭിഷേകമേ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷ ദൈവവചന സന്ദേശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. ഈ ദിവസങ്ങളിൽ കൃപാസനത്തിലൊരു സാക്ഷി നിങ്ങൾ കണ്ടു കാണാം. ആ സാക്ഷി ഇതാണ്. പള്ളിപ്പുറത്തെ ഒരു ചേച്ചിയുടെ സാക്ഷ്യമാണ്. സാക്ഷി ഇതാണ്. ഇവർക്ക് ലുക്കീമിയയാണ്, രക്താർബുദമാണ് രോഗം. അപ്പോൾ രക്താർബുദം രോഗം അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ കണ്ടപ്പോൾ കേരളത്തിലൊരു പ്രഖ്യാപിതമായ ആശുപത്രിയിലാണ് ടെസ്റ്റ് നടന്നത്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ് ചെയ്യാനത് പാടായിരിക്കും, കാര്യം 50 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഈ രക്താർബുദം ഈ ആശുപത്രി ചികിത്സിക്കുന്നതിന് 50 ലക്ഷം രൂപ വേണ്ടി വരും. അപ്പം നിങ്ങളെ കണ്ടിട്ട് അത് മുടക്കാനുള്ള കഴിവുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പം ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഇവർ പോകുന്നതിന് മുമ്പ് RCCയിൽ പോയി കീമോ തുടങ്ങി. അപ്പോൾ കീമോ തുടങ്ങിക്കഴിഞ്ഞപ്പോഴും ശരീരം ഇങ്ങനെ ഡൗണായി വരികയാണ്. അറിയാമല്ലോ, കീമോ പേഷ്യൻ്റെ അവസ്ഥ അറിയാമല്ലോ. അത് രക്താർബുദത്തിൻ്റെ കീമോ കൂടുതലാണ്. അപ്പം അത് കൊണ്ട് ശരീരം വല്ലാത്ത രീതിയിലേക്ക് തളരുകയാണ്. അപ്പോൾ ഇവർ ഉടമ്പടി ചെയ്തതിന് ശേഷം ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇവരുടെ മനസ്സിലെ കർത്താവ് ഒരു വചനം കൊടുത്ത് അവർ നന്നായിട്ട് ആ സാക്ഷ്യം പറയുന്നുണ്ട്. ആ വചനം കൊടുത്തിരിക്കുന്ന ഇതാണ്: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അതാണ് അവിടെ മനസ്സിൽ വന്ന വചനം. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ കർത്താവ് കൊടുത്തൊരു വചനമാണത്. എന്താണ്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ് 1-ാം അധ്യായം 49-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്ക 1-ാം അധ്യായം 49-ാമത്തെ വാക്യം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ആ വാക്ക് അവരുടെ മനസ്സിൽ വന്നപ്പോൾ തന്നെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത്. അപ്പോൾ ചേച്ചിയുടെ ഭർത്താവിന് ആണ് ലുക്കീമിയ. അപ്പോൾ ചേച്ചിയുടെ ഭർത്താവിന് കീമോ കഴിയുമ്പോൾ വളരെ ഡൗൺ ആയിപ്പോയ ആൾ. അപ്പം ചേച്ചി വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ചേച്ചി കിട്ടിയ വചനം ഇതാണ്: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അപ്പോൾ ഉടനെ അവരെന്നാ ചെയ്യുന്നത്, ഭർത്താവിന് നേർച്ച വസ്തുക്കൾ കൊടുക്കുന്നതിന് മുമ്പ്, ഉടമ്പടി തൈരം ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് അവർ ഈ വചനം ഒരു പേപ്പറിൽ എഴുതി അവിടെ വെച്ച്, ആ വചനം എഴുതിയ പേപ്പറിലാണ് നേർച്ച വസ്തു വെച്ചിരിക്കുന്നത്. അതെന്താ കാര്യം? കർത്താവിൻ്റെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ നേർച്ച വസ്തുക്കളിലൂടെ കർത്താവ് അവർക്ക് ചെയ്യും എന്നാണ് അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്. അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊരു സ്വരം കേൾക്കും. എന്താണ്? ഞാൻ നിന്നെ സുഖപ്പെടുത്തുമെന്ന്. അതൊരു സ്വരമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും തോന്നി പിന്നെ കർത്താവ് സ്വരത്തിൽ സംസാരിക്കാൻ പോകണം. അതായത് ഈ മേഖലയുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. ബുദ്ധിയുടെ മേഖലയെ വർക്ക് ചെയ്യുന്നവർക്ക്
ഒരു 10 ജന്മം അവർ ഈ ഭൂമി ജീവിച്ചിട്ട് ഒരു കഥയുമില്ല. അത് മനസ്സിലാവത്തില്ല. കാര്യം ഇത് ഹൃദയത്തിൻ്റെ ഒരു മേഖലയാണ്. ഈ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് കൊടുത്ത വചനമാണ്. ഈ വചനത്തിൽ അവർ വിശ്വസിക്കുന്നു. ഈ വചനത്തിൽ അവർ വിശ്വസിക്കുന്നു എന്ന് കർത്താവിനെ അറിയിക്കാൻ വേണ്ടിയാണ് ആ വചനം എഴുതിയിട്ട് അതിൻ്റെ പുറത്ത് ഈ രോഗി ഉപയോഗിക്കാനുള്ള നേർച്ച വസ്തുക്കൾ എടുത്ത് വെക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞ് അവർ സ്വരം കേൾക്കും, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന്. അതിനുശേഷം ഈ രോഗം പൂർണ്ണമായി അങ്ങ് സുഖപ്പെടും. കീമോ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കീമോയുടെ ആ ആവിയും പുകയും അതിൻ്റെ തളർച്ചയും തകർച്ചയും ഒന്നും അനുഭവിക്കാതെ തന്നെ ഈ വ്യക്തി ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കർത്താവ് ഇവനെ ഉയർത്തിക്കൊണ്ടുവരും. ഈ സാക്ഷ്യം എൻ്റെ മനസ്സിൽ വന്നപ്പോഴേ എൻ്റെ മനസ്സിൽ ഉടനെ വന്ന വചനം, ഈ പുരോഹിതന്മാർ പോലും ഇങ്ങനെ പ്രാർത്ഥനയിൽ വിശ്വസിക്കാത്തവരുണ്ട്. പുതിയ പുരോഹിതന്മാരല്ല, പണ്ടത്തെ പുരോഹിതന്മാരുടെയും ചില പുരോഹിതന്മാരുടെ അവസ്ഥ അതാണ്. അവരിത് ഈ സാമാന്യ ജനത്തിൻ്റെ അനുഭവങ്ങളിൽ വിശ്വസിക്കത്തില്ല. അവരതിൻ്റെ റീസൺ അന്വേഷിക്കും ഉടനെ ബുദ്ധിപരമായിട്ട്. ഇപ്പം ഞാനെന്തെങ്കിലും പറഞ്ഞാൽ സക്കറിയ പുരോഹിതനല്ലേ, സക്കറിയ പുരോഹിതൻ ഒരിക്കലും അൾത്താറയിൽ ഇങ്ങനെ ധൂപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേ ഗബ്രിയേൽ മാലാഖ നേരിട്ട് വന്ന് ഒരു കാര്യമാണ് പോക്കേ, ഞാനാണെങ്കിൽ സക്കറിയാനെ തലക്കെട്ടടിച്ചേന. അതായത് അൾത്താരെ ധൂപിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ മനുഷ്യൻ. അയാൾ ചെറുപ്പക്കാരനൊന്നുമല്ല, 90 വയസ്സുള്ള മനുഷ്യനാണ്. ഇത്രയും വയസ്സ് കർത്താവിൻ്റെ വേല ചെയ്ത ആളാണ്. ഇയാളോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? സക്കറിയ, നിൻ്റെ പ്രാർത്ഥന ദൈവ സന്നിധി കേൾക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പറയണത്. നിൻ്റെ പ്രാർത്ഥന ദൈവദൃശ്യന്, അതായത് ലൂക്ക 1:13 സുന്ദരമായ ഒരു വചനമാണ്. എന്താ പറയണത്? വിശുദ്ധ ലൂക്കാ സുവിശേഷം 1:13, സക്കറിയ, നിൻ്റെ പ്രാർത്ഥന ദൈവദൃശ്യനിധിയിൽ കേൾക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴെന്താണ് പറയണത്? ദൈവമേ, അപ്പം കരഞ്ഞുകൊണ്ട് നന്ദി പറയേണ്ടതാണ് ഈ പുരോഹിതൻ അല്ലേ? അപ്പം സക്കറിയ ചോദിക്കേണ്ടത്, ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചെന്നാണ് ചോദിക്കണത്. ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചത്? എന്നുവെച്ചാൽ ഈ മനുഷ്യൻ 45 വയസ്സിലാ മറ്റോ പ്രാർത്ഥിച്ചതാ. അതാണ് സക്കറിയക്ക് അങ്ങനെ സംശയം വരാൻ കാര്യം. 45 വയസ്സിൽ അയാളുടെ ഭാര്യയ്ക്കൊക്കെ ഒരുവിധം പിള്ളേർ ജനിക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. അന്നെങ്ങാണ്ട് പ്രാർത്ഥിച്ച കാര്യമാണ് ഇപ്പോൾ മാലാഖ പറഞ്ഞത്. സക്കറിയക്ക് ഇപ്പോൾ 90 വയസ്സായി. പുള്ളിയുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ, ഈ പ്രാർത്ഥനയുടെ ഒരു രീതി അതാണ്. പ്രാർത്ഥനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഉത്തരം തരാം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വേണമെങ്കിലും ഉത്തരം തരാം. ഇപ്പോഴ് നിൻ്റെ ജീവിതത്തിൽ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, നീ ഇളയ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ചോ. മൂത്ത മകന് വേണ്ടി എന്താ പ്രാർത്ഥിച്ചത്? കുറേ നാൾ മക്കളില്ലാതിരുന്നപ്പം പറഞ്ഞ കർത്താവേ, എനിക്കൊരു മകൻ ജനിക്കുകയാണെങ്കിൽ അവനെ ഞാൻ പട്ടത്തിന് വിട്ടേക്കാമെന്ന് പറയും. അങ്ങനെ പ്രാർത്ഥിക്കുകയല്ലേ മനുഷ്യര്? മൂത്ത മകൻ പട്ടത്തിന് വിടാൻ വേണ്ടി പ്രാർത്ഥിക്കും അവനെ. പക്ഷേ മൂത്ത മകൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ പട്ടാളത്തിൽ പോയി. എങ്ങനെയുണ്ട്? പട്ടാളത്തുകാരന് വേണ്ടി പ്രാർത്ഥിച്ച് അവൻ പോയത് എവിടെയാണ്? പട്ടാളത്തിൽ. അപ്പോൾ ഇളയ മകൻ ജനിച്ചപ്പോൾ ഇളയ മകൻ വളർന്നപ്പോൾ പറഞ്ഞു, അപ്പ എനിക്ക് പട്ടത്തിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ എൻ്റെ അർത്ഥം? എന്താ? മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിച്ചത് ദൈവം ഇളയ മകന് കൊടുത്തു. അതായത് പ്രാർത്ഥന ഒരിക്കലും നശിക്കണില്ല. നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, പക്ഷേ സമയം നിശ്ചയിക്കാൻ നിനക്കോ എനിക്കോ അധികാരമില്ല. അത് ഏത് വകുപ്പിലാണ് വേണ്ടതെന്ന് നിശ്ചയിക്കേണ്ടതും ദൈവത്തിൻ്റെതാണ്. ദൈവവേദലേ,
നീ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവം അനുഗ്രഹിക്കണമെന്ന് മത്സരം പിടിക്കരുത്. അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് കേട്ടതെന്ന് പറയരുത്. മറിച്ച് നീ പ്രാർത്ഥിച്ചു, പക്ഷെ നിന്നൊക്കെ പ്രാർത്ഥന കേൾക്കണത് ദൈവത്തിൻ്റെ സമയത്തായിരിക്കും. അങ്ങനെ വിവേചിക്കാനുള്ള പരിശുദ്ധാത്മാവ് ഈ മനുഷ്യന് ഇല്ലാതെ പോയി. പുരോഹിതനാണ്, പക്ഷേ പരിശുദ്ധാത്മാവില്ല. ഇത് ഭയങ്കര ഒരു തകർച്ചയാണ് ശരിക്കും. പുരോഹിതനായിരിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ സ്ഥായിയായിട്ടുണ്ടാകാതെ വരാം. സക്കറിയ പുരോഹിതനാണ്, പക്ഷെ പരിശുദ്ധാത്മാവിന് വിവേചനം ഉണ്ടല്ലോ, അത് പരിശുദ്ധാത്മാവിൻ്റെ വരവാണ്. അതില്ല. അത് കാരണം ഈ എപ്പ എന്നും പറഞ്ഞ് പൊട്ടം കളിച്ച ഇയാൾ പൊട്ടം കളിച്ച് എപ്പ പ്രാർത്ഥിച്ചു എന്നിട്ട് പറയണേ പണ്ട് അതിപ്പോൾ എനിക്ക് 90 വയസ്സായില്ലേ, അതിപ്പോൾ എനിക്ക് അപ്പം ദൈവത്തിനൊരു തരം ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ പൊട്ടൻ അവിടെ കിടന്നുകൊണ്ട് പെരണ്ട് കളിക്കണത്. പിന്നെ എൻ്റെ ഭാര്യയുടെ പതിവൊക്കെ തെറ്റി അവൾക്ക് 10-70 വയസ്സായി. ഇപ്പം എന്ത് പ്രാർത്ഥന, ഞങ്ങളതൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ അവസാനിപ്പിച്ചിരിക്കും. ഇങ്ങനെ ഒരു തരം കുഴഞ്ഞ് മറിഞ്ഞ് കളിക്കണം. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അറിയാൻ പാടില്ല. സക്കല പുരോഹിതനാണ്, 90 വയസ്സുണ്ട്, പക്ഷെ ദൈവത്തെ അറിയാൻ പാടില്ല. ഇത് വലിയൊരു ദുരന്തമാണ്. 2, നമുക്ക് പ്രായമാകാം, പക്ഷേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നമ്മൾ പുരോഹിതനാകാം, അല്ലെങ്കിൽ ദൈവശുശ്രൂഷകരാകാം, പക്ഷെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്ന് നിർബന്ധം, വിവേചനം കിട്ടത്തില്ല. അപ്പം നമുക്ക് പ്രായമാകാം, പക്ഷെ ദൈവത്തിനെ അറിയണമെന്ന് നിർബന്ധമില്ല. അത് നിസ്സാര കാര്യമല്ല. ദൈവത്തെ അറിയാത്തവർക്ക് പ്രാർത്ഥിക്കാൻ വലിയ പാടാണ് ശരിക്കും. ദൈവത്തെ അറിയാത്തവർക്ക് എന്തെങ്കിലും പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സക്കറിയ ഇങ്ങനെ ഒരു തൻ്റെ ആധ്യാത്മിക ദാരിദ്ര്യം ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴേ എന്താ ചെയ്തിരിക്കണം സക്കറിയായോട്? നീ ഊമനായി തീരുമെന്ന് പറഞ്ഞ്. അതായത് എന്താണ്? നീ പുരോഹിതനാണ്, പക്ഷെ പുരോഹിതനടുത്ത ദൈവത്തിനെക്കുറിച്ചുള്ള അറിവ് നിനക്കില്ല. പുരോഹിതനടുത്ത പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ല, വിവേചന വരമില്ല. അതുകൊണ്ട് നീ പുരോഹിതനായിരിക്കാൻ ഇനി ദൈവത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പ്രാർത്ഥനാ ജീവിതം കട്ട് ചെയ്ത് കളഞ്ഞു. ഊമനായി തീരുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? വാ തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുകയെന്നതിൻ്റെ അർത്ഥം. വാ തുറന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല. എന്താ കാര്യം? ഇതിപ്പോൾ നമുക്കറിയാമല്ലോ, വാ തുറന്ന് പ്രാർത്ഥിക്കാത്ത എന്തുമാത്രം മനുഷ്യരാണ് ഉള്ളത് കുടുംബങ്ങളിലേക്ക്, ഇല്ലേ? ഊമരാണ് സക്രിയയെ പോലെ. നമ്മൾ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇരിക്കാം. പരിശുദ്ധ മറിയം നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കഴിഞ്ഞാൽ ഊമനായ സക്രിയ അവിടെ തൂണും ചാരി ഇരിക്കുന്നുണ്ടാകും. ചിലപ്പോൾ അപ്പനായിരിക്കും, ചിലപ്പോൾ അപ്പാപ്പനായിരിക്കും, ചിലപ്പോൾ മക്കളായിരിക്കും. എന്താണ്? അവൻ വാ തുറന്ന് പ്രാർത്ഥിക്കത്തില്ല, മനസ്സിൽ പ്രാർത്ഥിക്കും. അപ്പോൾ അമ്മ ചോദിക്കും, ഇടാ നന്മ നിറഞ്ഞവരെയും ചെല്ല്, പരിശുദ്ധമറിയും ചെല്ലണില്ലേ? ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കണ മാത്രമല്ല പ്രാർത്ഥന, പ്രാർത്ഥിക്കുന്നവരെ വാ തുറന്ന് പ്രാർത്ഥിക്കണം. സക്കറിയായ്ക്ക് ആ വാ തുറന്നുള്ള പ്രാർത്ഥന ഏതാണ്ട് ജീവിതം അവസാനിപ്പിക്കണം ദൈവം. എന്താ കാര്യം? യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം അവൻ അവിശ്വസിച്ചു. യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം അവൻ അവിശ്വസിച്ചു. ഇപ്പം വചനം അവിശ്വസിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതം അപ്പം തന്നെ പളിച്ചയായി പോകും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വചനം വിശ്വസിച്ചുകൊണ്ട് വചന അധിഷ്ഠിതമായി വാതുറന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള പ്രാർത്ഥനാ വരത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ഓരോ മക്കൾക്കും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥന വരമെങ്കിൽ നൽകണമേശോ.
യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ നമ്മള് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഗബ്രിയേൽ മാലാഖ വരുമ്പോൾ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഈശോ എന്ന് പേരിടണം. പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് നൽകപ്പെടും. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അപ്പം അങ്ങനെ കർത്താവിൻ്റെ വാക്കുകളും വാഗ്ദാനങ്ങളും വചനങ്ങളും അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അതാണ് ലൂക്കാ 1:30. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയണത്? ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവരുടെ കന്യത്വത്തെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, പുരുഷൻ്റെ ഇച്ഛയാലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അത് ക്രമീകരിക്കും. അത് ക്ലിയറാക്കി കൊടുത്തു കഴിയുമ്പോൾ ഉടനെ അമ്മ പറയും, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയും. വചനത്തോട് ഒരു മനുഷ്യനെ പറയാനുള്ളൊരു വാക്കതാണ്. എന്താണ്? ലൂക്കാ 1:38. ദൈവത്തിൻ്റെ വചനത്തോട് ഒരു വിശ്വാസി പുലർത്തേണ്ട ഒരു നിലപാടുണ്ട്. ഒരു നിലപാടേ ഉള്ളു. എന്താണത്? ലൂക്കാ 1:38. എന്താണ്? വചനത്തിന്, കർത്താവിൻ്റെ വചനത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി. അതാണ് സംഭവം, അല്ലെ ദാസൻ. ഇതാണ് ഒരു വചനത്തോട് ഒരു വിശ്വാസം കൈവരിക്കേണ്ട ഒരു നിലപാടെന്ന് പറയണത്. സക്രിയ നിലപാട് കൈവരിച്ചില്ല എന്നുള്ളതാണ് വചനം. അതുകൊണ്ടാണ് അവനോട് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ലൂക്കാ 1:20 പറയണ്ടേ, നീ മൂകനായി തീരും. ലൂക്കാ 1:20, നീ മൂകനായി തീരും. എന്താ കാര്യം? യഥാകാലം നിറവേറേണ്ടതാണ് ദൈവത്തിൻ്റെ വചനം. കാര്യം കാലം, വചനം നിറവേറേണ്ട കാലം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. നമ്മൾക്ക് കാലം നിശ്ചയിക്കാൻ പറ്റത്തില്ല. സക്രിയ 45-ാമത്തെ വയസ്സ് വരെ പ്രാർത്ഥിച്ചു. പക്ഷെ അവൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കണ 90-ാമത്തെ വയസ്സിലാണ്. കാലം ആര് നിശ്ചയിച്ചു? ദൈവം നിശ്ചയിച്ചു. അതാണ് പ്രശ്നം. കാലം ദൈവമാണ് നിശ്ചയിക്കേണ്ടത് എന്നുള്ള സൂചനയാണ് അമ്മയുടെ മംഗളവാർത്തയ്ക്ക് നമുക്ക് കിട്ടണം. ഇതാണ് യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം. നീ അവിശ്വസിച്ചുകൊണ്ട് നീ മൂകനായി തീരുവെന്ന് 1:20 പറഞ്ഞില്ലേ? 1:20 ലൂക്കായുടെ സുവിശേഷത്തിൽ യഥാകാലം നിറവേറേണ്ടതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് എലിസബത്ത് പറയുന്ന കർത്താവ് നിന്നോട് അരുളി ചെയ്ത വചനങ്ങൾ. ലൂക്കാ 1:45 നമ്മൾ പറയുന്നതാണ്. എന്താ? കർത്താവ് നിന്നോട് ഏറ്റു പറഞ്ഞേ, കർത്താവ് നിന്നോട് അരുളി ചെയ്ത വചനങ്ങൾ, അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അപ്പോൾ എപ്പോൾ നിറവേറുമെന്നില്ല ഇതിൻ്റെ അകത്ത്. ഭയങ്കര മാത്തമാറ്റിക്കലാണ് ബൈബിളെ. എപ്പം അമ്മ വിശ്വസിച്ചു. എപ്പോഴാണ് നിറവേറണം ഇത്? അപ്പന് ഇഷ്ടമുള്ളപ്പോഴെന്ന് പറയും. അമ്മ ഉടനെ പറയും, എങ്ങനെയാണ്? എൻ്റെ അപ്പന് ഇഷ്ടമുള്ളപ്പോൾ. വചനം ഞാൻ വിശ്വസിച്ചു, അതിൻ്റെ നിറവേറ്റം എൻ്റെ അപ്പന് ഇഷ്ടമുള്ളപ്പോൾ. അത് ഭാവി എത്ര വേണമെങ്കിലും അപ്പന് എടുക്കാം. അതാണ് സംഭവം. അമ്മയുടെ വിശ്വാസവും സക്കറിയയുടെ വിശ്വാസവും തമ്മിൽ കറക്റ്റായിട്ട് രാത്രിയും പകലും പോലെ മാറണം. അവിടെ വെച്ചാണ് കാലം നിശ്ചയിക്കാനുള്ള അധികാരം ദൈവത്തിന് കൽപ്പിച്ച് നൽകും. കൃപാസനത്തിൽ സമയഘടികാരം നെഞ്ചിലേറ്റിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. കാലം ദൈവത്തിന് കൽപ്പിച്ച് നൽകുമ്പോൾ ആ കാലത്തിൻ്റെ മേൽ ആരാണ് വിശ്വസിക്കണത് അവർക്ക് അധികാരം കൊടുക്കും. അതുകൊണ്ടാണ് അമ്മ അടുത്ത ആ നിമിഷം തന്നെ അമ്മ കാത്തിരിക്കാതെ അപ്പം തന്നെ പ്രഗ്നൻ്റായി. എന്താ കാര്യം? അപ്പായ്ക്ക് കാലത്തിൻ്റെ അധികാരം കൊടുത്തു കഴിയുമ്പോൾ, അപ്പായ്ക്ക് കാലത്തിൻ്റെ മേലുള്ള അധികാരം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ആരാണോ പ്രഖ്യാപിക്കണത് അവന് അത് അനുയോജ്യമായ കാലത്തേക്ക് ദൈവം അത് ക്രമീകരിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധതേ മാതാവേ, സമയത്തിന്റെ മാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മേ, ജീവിത ദുരിതങ്ങളും വേദനകളും വിഷമതകളും സമർപ്പിച്ച് സമയം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേല്, ഡേറ്റ് പ്രാർത്ഥന ഓരോ മക്കളുടെ മേല് വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിക്കൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ചേച്ചി ചെയ്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത് തന്നിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ലുക്ക 49 ആ വചനം എഴുതിയിട്ടാണ് നേരത്തെ വസ്തുവിൻ്റെ പുറത്ത് വെക്കണത്. അത് വെച്ച് വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ സ്വരം കേട്ടു. എന്താ സ്വരം കേട്ടത്? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അപ്പോൾ ദൈവത്തിന് ഞാൻ എപ്പോഴും എൻ്റെ പ്രവർത്തകരോട് പറയുവേ, ദൈവാനുഭവത്തിനൊരു പഞ്ഞും ഇല്ലെന്ന് പറയും. എന്താ അതാര് നിഷ്കളങ്കമായി ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, നിഷ്കളങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി ഉൾപ്പെടുത്താതെ ഒരു വിശ്വാസം നിഷ്കളങ്കമാകേണ്ടത് എങ്ങനെയാണ്? അത് ഹൃദയത്തിൻ്റെ ഒരു പ്രവൃത്തിയായി മാറുമ്പോഴാണ്. ബുദ്ധിയുടെ പ്രവൃത്തിയായി മാറുമ്പോഴേ അതിനകത്ത് കളങ്കം വരും. പല ആൾക്കാർക്കും ബുദ്ധിയിൽ അധിഷ്ഠിതമായിട്ട് ദൈവത്തിനെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്നത് കളങ്കവിശ്വാസമാണ്. കളങ്കവിശ്വാസം കൊണ്ട് ദൈവത്തെ അനുഭവിക്കാൻ വലിയ പാടാണ്. ബുദ്ധിപരമായിട്ടൊക്കെ കുറച്ച് ആഹ്ലാദം നമുക്കുണ്ടാകും, അതൊരു നോൺസെൻസ് ഏർപ്പാടാണ്. ബുദ്ധിപരമായിട്ട് ആഹ്ലാദം ഉണ്ടാകാനല്ല, ഈ വൈകാരികമായ ബോധ്യമില്ലേ, ബൗദ്ധിക ബോധ്യത്തിൻ്റെ കൂടെ തന്നെ വൈകാരിക ബോധ്യം ഉണ്ടായാൽ മാത്രമേ വചനം എക്സിക്യൂട്ട് ചെയ്തിട്ട് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാനുള്ള മിഷൻ തീഷ്ണത കിട്ടത്തുള്ളൂ. കുറേ മെയിൻ്റനൻസ് നമുക്ക് കിട്ടുമായിരിക്കും. ഉള്ള ഒരു ഇടവകയിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഉള്ള നിലവാരം നിലനിർത്തിക്കൊണ്ടുപോകാൻ പുരോഹിതന്മാർക്ക് പറ്റണത് അവർ ആ വിശ്വാസം ആ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളുടെയും ബുദ്ധി അന്വേഷിക്കുക. ഇപ്പം ബൈബിള് ബുദ്ധിപരമായിട്ട് നോക്കുന്നവരില്ലേ, ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ ഫോം ക്രിറ്റിസിസം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായി. അത് ഏത് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്, അതനുസരിച്ചാണ് അതിൻ്റെ അർത്ഥം അവർ നമ്മളെ മനസ്സിലാക്കണമെന്ന് പഠിപ്പിച്ചു തരണത്. പിന്നെ ടെക്സ്ച്വൽ ക്രിറ്റിസിസം എന്തായി, ഒരു ടെസ്റ്റ്, അത് ഏത് കാലഘട്ടത്തിലെ ടെസ്റ്റ്, ഏത് സാഹിത്യ ശൈലിയിൽ ഉപയോഗിച്ചിരിക്കുന്നു, അതിനാണ് ലിറ്ററൽ ക്രിറ്റിസിസം എന്ന് പറയണത്. അപ്പോൾ വചനം ബൈബിൾ പഠിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ്. ഫോം ക്രിറ്റിസിസം പഠിച്ചിട്ടുണ്ട്, ടെക്സ്ച്വൽ ക്രിറ്റിസിസം പഠിച്ചിട്ടുണ്ട്, ലിറ്ററൽ ക്രിറ്റിസിസം പഠിച്ചിട്ടുണ്ട്. പക്ഷേ വചനം മാത്രം പഠിച്ചില്ല. അത് വലിയ സങ്കടമാണ് ശരിക്കും. ഞാൻ ഓർക്കുകയാണ്, ഈ അമ്മ രക്ഷപ്പെട്ടത്, പരിശുദ്ധ അമ്മ രക്ഷപ്പെട്ടത് ഈ സാധനമൊന്നും പഠിക്കാഞ്ഞിട്ടാണ്. ഈ സാധനം ഒന്നും പഠിക്കാഞ്ഞിട്ടാണ് അമ്മ രക്ഷപ്പെട്ടത്. എന്താ കാര്യം? സക്രിയ പുരോഹിതൻ രക്ഷപ്പെടാതിരുന്നതും ഈ സാധനമൊക്കെ അവൻ കുറച്ച് പഠിച്ചു വെച്ചിട്ടാണ്. അതാണ് സാധാരണ മനുഷ്യരും അതുപോലെ തന്നെ ഇതെല്ലാം പഠിച്ച ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം. സക്രിയ രക്ഷപ്പെടാതെ അവൻ്റെ പ്രാർത്ഥനാ ജീവിതം വരെ സ്വർഗം പിടിച്ചു വെക്കാൻ കാര്യം എന്താണ്? ഈ സാധനമൊക്കെ അവൻ പഠിച്ചു വെച്ചിട്ടാണ്. നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കണമെന്ന് പറയുമ്പോൾ അവൻ പറയും, ബുദ്ധിപരമായിട്ട് സാധ്യതയില്ലാത്ത കാര്യമാണ്. എൻ്റെ ഭാര്യ പതിവ് തെറ്റിയ ആളാണ്, ഇപ്പോൾ 70 വയസ്സുണ്ട്, അപ്പോൾ എങ്ങനെ കൊച്ചുണ്ടാകണത്? ഞാനൊക്കെ 90 വയസ്സുണ്ട്, പിന്നെ എങ്ങനെയാണ് കൊച്ചുണ്ടാകണത്? അപ്പോൾ അവെല്ലാം ബുദ്ധിപരമായിട്ട് എടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പ്രാർത്ഥനാ ജീവിതം വരെ ദൈവം കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ അമ്മയോട് പറയണം, നീ ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കും. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, കന്യാ ജീവിതമാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ അങ്ങനെയല്ലേ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ വാക്കെന്താണെന്നറിയാവോ?
പരിശുദ്ധാത്മാവ്, ഞാൻ അതിൻ്റെ ഫോം ക്രിറ്റിസിസം ഒന്ന് നോക്കട്ടെ, അതാണ് സംഭവം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ടെസ്റ്റ് ക്രിറ്റിസിസം ഒന്ന് നോക്കട്ടെ, ഞാനതിൻ്റെ ലിറ്റർ ക്രിറ്റിസിസം ഒന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് ഞാൻ ആദ്യം കേൾക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ചില അതുപോലെ തന്നെ ദൈവാത്മാവെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴെന്താ ഈ പരിശുദ്ധാത്മാവെന്ന് പറയണത്? അതിൻ്റെ ടെസ്റ്റ് ക്രിറ്റിസിസം നോക്കട്ടെ, അതിൻ്റെ ഫോം ക്രിറ്റിസിസം നോക്കട്ടെ എന്ന് അമ്മ എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ മനുഷ്യാവതാരം സ്വാഹ. ഇതാണ് പ്രശ്നം. എന്താ കാര്യം? അമ്മയ്ക്കറിയാം ഇതൊന്നും വചനം ക്രിട്ടിസൈസ് ചെയ്യേണ്ടതല്ലെന്നറിയാം അമ്മയ്ക്ക്. ആ ഒരു സാമാന്യ ബോധമെങ്കിലും പഠിക്കുന്നവർക്കും ഉണ്ടായാൽ മതിയായിരുന്നു. വചനം ക്രിട്ടിസൈസ് ചെയ്യാനുള്ളതല്ല, പിന്നെ എന്തിനാണ്? വചനം വിശ്വസിക്കാനുള്ളതാണ്. വചനം വിമർശിക്കാനുള്ളതല്ല, വിമർശന പഠനത്തിനുള്ളതല്ല, പിന്നെ എന്തിനാണ്? വചനം വിശ്വസിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് എലിസബത്ത് പറയണത്, അതും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറയും. എന്തെന്ന് പറയും? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ ഏറ്റുപറഞ്ഞേ, കർത്താവിനോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അതന്നെയല്ലേ ആ ചേച്ചി എഴുതി വെച്ചിരിക്കുന്ന പേപ്പറ്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അത് എഴുതി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നിറച്ച വസ്തു വെച്ച് കഴിയുമ്പോൾ വചനം അവർ വിശ്വസിച്ചു. അപ്പോൾ അവർ സ്വരം കേൾക്കും. എന്താ പറയണത്? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എൻ്റെ ദൈവവേദലെ ദൈവവചനം വിശ്വസിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഹെബ്രായർന്ന് വായിക്കണില്ലേ 4:2 അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കേൾക്കുന്ന വചനം എല്ലാവർക്കും പ്രയോജനപ്പെടണമെന്നില്ല. ചില ആൾക്കാർ വചനം കേട്ട് കഴിയുമ്പോൾ അവർ വചനത്തെക്കുറിച്ച് വിമർശിക്കാൻ തോന്നും. അവർക്ക് ഫോം ക്രിറ്റിസിസം, ലിറ്റററി ക്രിറ്റിസിസം, ക്ലാസിക്കൽ ക്രിറ്റിസിസം ഇങ്ങനെ വിമർശിക്കാൻ തോന്നും. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്താ കാര്യം? അവർ വിമർശന ബുദ്ധിയാണ് വചനത്തെ സമീപിച്ചത്. അതുകൊണ്ട് ഹെബ്രായർ 4:2 പറയണത് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം എന്താണ്? അവരതിൽ വിശ്വസിച്ചില്ല എന്ന്. കാര്യം എന്താണ്? വിമർശിച്ച് പഠിക്കേണ്ട കാര്യമല്ല വചനം. പിന്നെന്തിനാണ്? അത് വിശ്വസിച്ച് അനുഭവിക്കേണ്ടതാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്ന ഉടമ്പടി ദിവ്യവചന പ്രഘോഷണത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെട്ട് നന്ദി പറയുന്ന കർത്താവേ, വചനത്തിൽ വേരൂന്നി വളരാൻ, വചനത്തിൽ വിശ്വസിച്ചു വളരാൻ ഞങ്ങൾക്ക് നൽകുന്ന കൃപകൾക്ക് നന്ദി പറയുന്ന കർത്താവേ, അഭിഷേക സാക്ഷ്യത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന.